നമസ്കാരം, എല്ലാവർക്കും രുചിമഴത്തിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ വിഭവമാണ്. ചിക്കൻ പെരട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, നമുക്ക് നാവിലൊക്കെ കൊതിയൂറുന്ന ഒരു വിഭവമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം കൂടിയാണ് ചിക്കൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ എന്നും പറയാറുള്ളത് പോലെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ പെരട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് തയ്യാറാക്കാനായിട്ട് ഇവിടെ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചെറുതാക്കി മുറിച്ചെടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് ചേർക്കാനായിട്ടുള്ള സാധനങ്ങൾ നോക്കാം. ഞാനിവിടെ 1 പിടിയോളം ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 4 പച്ചമുളക് നീളനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം, ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ചതച്ചെടുക്കണം. നമ്മൾ ചതച്ച് ഇതിൽ ചേർക്കാനായിട്ടാണ്. ഒരു മിക്സിയുടെ ജാറിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ അമ്മിയിൽ ഇട്ടിട്ടൊന്ന് ചതച്ചെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലാണ് ഇതിനെ ചതച്ചെടുത്തിരിക്കുന്നത്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് ചതച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് മതിയാവും 1 കിലോ ചിക്കനിലേക്ക്. ഇനി ഇതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ചിക്കനിലൊന്നും കറക്റ്റായിട്ട് മസാല എല്ലായിടത്തും ഒന്നും പിടിക്കില്ല. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ട് അരച്ചെടുക്കാനുള്ള മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു സവാള ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് 1 പിടിയോളം വറ്റൽമുളക്, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിനെ അരച്ചെടുക്കാനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ സവാള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, അതുപോലെ തന്നെ വറ്റൽമുളക്, ഇഞ്ചി, ഇത്രയും ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഇതിനൊന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മാത്രം മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ഇതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഗോൾഡൻ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിനൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് രൂപേണ ആക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷം അതിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല പേസ്റ്റ് രൂപേണ നമ്മളിതിനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി സെയിം പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ സവാളയൊക്കെ, ആ സെയിം പാനിലേക്ക് തന്നെ അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ഒരു സവാളയും കൂടെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സവാള ചെറുതാക്കി നൈസാക്കി അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. നേരത്തെ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ അരച്ചെടുക്കാനുള്ളതായിരുന്നല്ലോ, അപ്പോൾ ഒരുപാട് ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അരച്ചെടുക്കും. അപ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ നേരത്തെ ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് പക്ഷേ നമുക്ക് ലാസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇപ്പോൾ ബിരിയാണിക്കൊക്കെ ലാസ്റ്റ് ഫ്രൈ ചെയ്തിടുമല്ലോ, അതേപോലെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല നൈസായിട്ടാണ് ഈ സവാള അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ കണ്ടോ നമ്മുടെ സവാളയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ സവാള വഴറ്റിയെടുക്കാനായിട്ട്. നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചിക്കൻ പെരട്ട് തയ്യാറാക്കാനായിട്ടുള്ള എല്ലാ മസാലകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം.
ആ കറിവേപ്പിലൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ്, നമ്മൾ സവാളയും ഇഞ്ചിയും ചുവന്നുമുളകൊക്കെ കൂടിയിട്ട് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, വഴറ്റിയിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം ഈ മസാലയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അത് നമുക്ക് ജസ്റ്റ് കളറിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഇത് വഴറ്റിയെടുക്കുമ്പോൾ സാധാരണ ചുവന്നമുളകാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വഴറ്റിയെടുത്ത് അരയ്ക്കുമ്പോൾ അത് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാശ്മീരി ചില്ലി ചേർക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ നേരത്തെ ആ പിരിയൻമുളക് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ സെപ്പറേറ്റ് ചേർത്തത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിതിനൊന്ന് ഇളക്കി കൊടുക്കാം. മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ ഗ്യാസ് ഫ്ലെയിം ലോയിലിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചേരുവയൊക്കെ ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മളത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ മസാലയിൽ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഇതിൽ കിടന്നിട്ട് വേവണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തന്നെ വെള്ളം ഇതിലേക്ക് ചേർക്കരുത്. ഇതിനെ അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഫസ്റ്റ് തന്നെ നമ്മൾ തുറക്കുമ്പോൾ അതിൽ കുറേ വെള്ളം അതിന് തന്നെ ഊർന്നിറങ്ങിയിട്ടുണ്ടാവും. നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ചിക്കൻ പെരട്ട് കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്, ഒരു ഡ്രൈ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിനെ ഒന്നും കൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒന്നും കൂടി ഒന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് ഇതേപോലെ ഇടയ്ക്ക് അടച്ചു വെച്ചും തുറന്നും ഇളക്കി കൊടുത്തൊക്കെ അതിനൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ, ഗ്രേവിയൊക്കെ കുറച്ച് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചിക്കനൊക്കെ ഒരു 1/4 ഭാഗത്തോളം വേവായിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കുറച്ചും കൂടെ ഒന്ന് വേവാനായിട്ടുണ്ട് ചിക്കൻ. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ഇതിനൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ തുറന്നിട്ടുണ്ട്. ഏകദേശം നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിൽ ആവശ്യത്തിന് കുറച്ച് ഗ്രേവി ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ആ ഗ്രേവി ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുക്കാനായിട്ട് നമുക്ക് ഇതേപോലെ തുറന്ന് വെച്ചിട്ട് തന്നെ അതിനൊന്ന് വറ്റിച്ചെടുക്കണം. ചിക്കൻ നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്നതാണ് 1 ടീസ്പൂൺ ഗരം മസാല, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൽ ആ ലാസ്റ്റ് വന്നിരിക്കുന്ന ആ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഗ്യാസ് ഫ്ലെയിം വേണമെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് ഹൈ ആക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് ആ ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലൊക്കെ ഇതിൽ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ്, നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു ഫ്ലേവറൊക്കെ നമ്മുടെ ചിക്കനിൽ പിടിക്കും. ഇതിട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് ആ ചിക്കനിൽ പിടിക്കണം. അതുവരെ നമുക്ക് ഇതിനെ തുറന്ന് വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കൊടുത്ത് വറ്റിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതേപോലെ തുറന്ന് വെച്ച് അതിനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതിലെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി പോയിട്ടുണ്ട്. അതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എണ്ണ തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതാണ് ആ ഒരു കറിയുടെ അല്ലെങ്കിൽ ആ ഒരു റെസിപ്പിയുടെ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പാകത്തിന് അത് വെന്തിട്ടുണ്ടെന്നാണ്, പാകത്തിന് നമ്മുടെ കറി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് നമുക്ക് ഇതിൻ്റെ മീതെ കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനീഗർ ഒഴിച്ച് കൊടുത്താലും മതി, ഏത് വേണമെങ്കിലും ഒഴിക്കാം. ഞാനിവിടെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്ക് നാവിലൊക്കെ കൊതി ഊറുന്ന ഒരു ടേസ്റ്റാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ പെരട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ സാധാരണ വീട്ടിലെ ചിക്കൻ കറിയൊക്കെ വെക്കുന്നതിനേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഈ ചിക്കൻ പെരട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ദിവസം പുതിയൊരു അടിപൊളി വിഭവമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.